ഗവൺമെന്റിന്റെ വാർഷിക സാമ്പത്തിക പദ്ധതിയാണ് കേന്ദ്ര ബഡ്ജറ്റ്. വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഗവൺമെന്റ് എത്ര പണം സമ്പാദിക്കുമെന്നും അത് എങ്ങനെ ചെലവഴിക്കുമെന്നും ഇതിൽ വ്യക്തമാക്കുന്നു. ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഈ പദ്ധതി ചർച്ചകൾക്കും അംഗീകാരത്തിനും ശേഷമാണ് ഗവൺമെന്റ് നയമായി മാറുന്നത്. ബഡ്ജറ്റിനെ പ്രധാനമായി രണ്ട് ഭാഗങ്ങളായി തിരിക്കുന്നു. റവന്യൂ ബഡ്ജറ്റ് ഗവൺമെന്റിന്റെ ദൈനംദിന സാമ്പത്തിക കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. നികുതി പിരിവ്, ശമ്പളം, സബ്സിഡികൾ, പ്രതിരോധം, ക്ഷേമ പദ്ധതികൾ എന്നിവയ്ക്കുള്ള ചെലവുകളാണ് ഇതിൽ വരുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റ് ഇത് ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങളെ കുറിച്ചാണ്. ഹൈവേകൾ, റെയിൽവേ, ആശുപത്രികൾ, സ്കൂളുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള ചെലവുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ബഡ്ജറ്റ് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? നിങ്ങൾ എത്ര നികുതി നൽകണം അല്ലെങ്കിൽ എത്ര തുക ലാഭിക്കാം എന്നത് ബഡ്ജറ്റ് തീരുമാനിക്കും. സാധനങ്ങളുടെ വില നിലവാരം, തൊഴിലവസരങ്ങൾ, സാമ്പത്തിക വളർച്ച എന്നിവ ബഡ്ജറ്റിനെ ബാധിക്കുന്നു. നിങ്ങൾ ആദായ നികുതി നൽകുന്നില്ലെങ്കിൽ പോലും പൊതുസേവനങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ബഡ്ജറ്റ് സ്വാധീനിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗവൺമെന്റ് എന്തിനാണ് മുൻഗണന നൽകുന്നതെന്നും ഏത് മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും ബഡ്ജറ്റിൽ മനസ്സിലാക്കാം.